ജനറൽ ആയിട്ടുള്ളൊരു ചേട്ടന് ഒരു പിന്നെ ചെറുപ്പക്കാർക്കോ അല്ലെങ്കിൽ കളി തുടങ്ങുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഏറ്റവും ഒരു പ്ലെയറിന് ഏറ്റവും ഒരു ബുദ്ധിമുട്ടുള്ള സമയമായിരിക്കും ആ റെക്കഗ്നിഷൻ കിട്ടുന്ന സമയത്തുള്ള സമയം അല്ലെ. റെക്കഗ്നിഷൻ കിട്ടി നാഷണൽ ലെവലില് സ്റ്റേറ്റ് ടീമിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ കെയർ ചെയ്യാനൊക്കെ ആളുകളുണ്ടാവും. അല്ലാത്ത ഒരുപാട് കായികമായിട്ട് താല്പര്യമുള്ളവർ കഴിവുള്ളവർ ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ആ ഒരു റേഞ്ചിലുള്ളൊരു കുറേ കുട്ടികളും കളിക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ അവർക്ക് ചേട്ടന് കൊടുക്കാനുള്ളൊരു ഒരു ഉപദേശമോ. നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സ്പോർട്സിലേക്ക് കുട്ടികൾ കടന്നു വരുന്നുണ്ട്. പക്ഷേ ഒരു ഏജ് കഴിയുമ്പോൾ 18, 16, 17 വയസ്സ് കഴിയുമ്പോൾ അവർ സ്പോർട്സ് ഫീൽഡ് വിട്ടുപോവുകയാണ്. ആ സമയത്ത് ചെറിയ ചെറിയ ഇഞ്ചുറികളൊക്കെ അവർക്ക് സംഭവിച്ചിരിക്കുക. ആ ചെറിയ ചെറിയ ഇഞ്ചുറികൾ ആ ഇഞ്ചുറി ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്യാതെ ഒരു സ്ട്രെച്ച് ചെയ്യാതെ അവർ ആ ഇഞ്ചുറി വെച്ചുകൊണ്ട് അവർ വീണ്ടും കളിക്കുമ്പോൾ അവർക്ക് കൂടുതൽ ഇഞ്ചുറികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർ സ്പോർട്സ് വിട്ടുപോകും. അവരുടെ കരിയർ അവർ തന്നെ വിട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനൊരു വ്യത്യാസം വരണമെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ഇഞ്ചുറി വരുമ്പോൾ അതിനനുസരിച്ച് അതിന് ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പി ചെയ്യുക, അതുപോലെ നല്ല നല്ല ഡോക്ടറെ അടുത്ത് പോയി അതിൻ്റെ ഒപ്പീനിയൻ നേടുക. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അവർക്ക് വീണ്ടും മുന്നോട്ട് ഇഷ്ടം പോലെ ഒരുപാട് വർഷം അവർക്ക് കളിക്കളത്തിൽ തുടരാൻ സാധിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എനിക്ക് ഒരു ഇഞ്ചുറി വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ അവസാന കാലഘട്ടത്തിലാണ് ഇഞ്ചുറി വന്നത്. പക്ഷേ ഞാൻ ഇന്ത്യൻ ടീമിൻ്റെ സായി സെൻറ്ററിലായിരുന്നു ട്രെയിനിങ് ചെയ്തിരുന്നത്. അപ്പം ഈ കളിയോട് അനുബന്ധിച്ച് തന്നെ ഈ ഫിസിയോതെറാപ്പി ഉണ്ടായിരുന്നു, റിക്കവറി ഉണ്ടായിരുന്നു, അതെല്ലാം സ്വിമ്മിങ് ഉണ്ടായിരുന്നു, സോനാബാത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ പല എക്യുപ്മെൻറ്റ്സൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ അറിയാതെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അധികം ഇഞ്ചുറി ഒന്നും വരാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് അങ്ങനെ ഇങ്ങനത്തെ സ്വിമ്മിങ്ങോ അല്ലെങ്കിൽ ജഗ്ഗൂസോ പോലത്തെ ഇതൊന്നും കിട്ടുന്നില്ല. അപ്പം അവർക്ക് ഓട്ടോമാറ്റിക്കായി ഇഞ്ചുറികൾ വരും. അവർ ആ ഇഞ്ചുറികൾ മറച്ചു വെക്കും. ഡോക്ടറെ കാണിക്കുക, സാറന്മാർ വഴക്ക് പറയുമെന്ന് വിചാരിച്ചിട്ട് അവരോട് പറയുകയില്ല, ആ ഇഞ്ചുറി വെച്ച് കളിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമുക്ക് എന്ത് ഇഞ്ചുറി വന്നാലും ഏത് ഇഞ്ചുറി വന്നാലും അടുത്തുള്ള ഡോക്ടറെ സ്പോർട്സ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുണ്ടാവും. അവരെ കാണുക, അവരുടെ ഒപ്പീനിയൻ മേടിക്കുക, എന്നിട്ട് വീണ്ടും റിക്കവർ ചെയ്ത് വീണ്ടും കളിക്കളത്തിലേക്ക് വരണം. ഒന്നാണ് എനിക്ക് പറയാനുള്ളത്.